തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുമ്പോഴേ മണ്ണുത്തി വഴി പാലക്കാടേക്ക് പോകുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ബ്രിഡ്ജ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറലായിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിൻ്റെ ഒരുപാട് അതായത് നല്ല ബഹളം നടന്നിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അതായത് ഒരുപാട് റീലൊക്കെ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്ന് ഇതിൻ്റെ മേലെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കിടന്ന് കുളിച്ചും ചാടിയും മതിച്ചും ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ റീലുകളൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ബ്രിഡ്ജിലേക്ക് പ്രവേശനമില്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതാണിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് ഈ വഴി പോയപ്പോഴാണ് ഞാൻ ആ വീഡിയോനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ഇതിൻ്റെ മേലേക്ക് കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു കയറിക്കോ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അന്ന് അതായത് ഇതിപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ മേലേക്ക് കയറുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ. ഇതിൻ്റെ മേലെ വെള്ളം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കയറിയത്. പക്ഷേ അതിൻ്റെ മേലെ ചെന്നപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഈ ബ്രിഡ്ജിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അതായത് നമ്മളുടെ പീച്ചി ഡാമിൽ നിന്നും തൃശ്ശൂരിലെ താഴ്ന്ന കൃഷി സ്ഥലങ്ങളിലോട്ടൊക്കെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നൊരു പാലമാണത്. അപ്പോൾ ഇതിൽ എപ്പോഴും ആ സമയത്തൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ജലസേചനം അതായത് വെള്ളം ഇവിടെ കൃഷിക്കാവശ്യമായ വെള്ളമില്ലാതാകുമ്പോൾ പീച്ചി ഡാമിൽ നിന്ന് ഇതിലെ വെള്ളം കൊണ്ടുപോകും. ഇതിലെ വെള്ളം തുറന്നു വിടും. അപ്പോൾ ആ വെള്ളം തുറന്നു വിടുമ്പോൾ ഇതിനകത്ത് നിറച്ച് വെള്ളമായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ കാണാം നമുക്ക്. അന്നത്തെ ആ ഒരു വീഡിയോയിലൊക്കെ ആ റീലുകളിലൊക്കെ ഒരുപാട് പേര് റീലുകളൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലവുമാണ്. ചുവന്ന മണ്ണ് നീർപ്പാലമാണിത്. അപ്പോൾ ഈ പാലത്തിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കേട്ടോ. എൻ്റെ വിചാരം ഈ പാലം കണ്ടിരുന്നപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് എന്തോ റെയിൽവേ പാലമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. എന്തായാലും ഞാനന്ന് കയറിയത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ട്ടോ. അതേപോലെ മറ്റുള്ളവരെടുത്ത പോലെ ഒരു റീലുകൾ ഈ വെള്ളത്തിലേക്ക് ചാടുന്നതും കുളിക്കുന്നതും ഒക്കെ ആയ ഒരു നല്ല വീഡിയോ അതെടുക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ കയറിയത്. പക്ഷേ അത് നടന്നില്ല. അത് പക്ഷേ ഇനിയും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണാം ട്ടോ.